ആ പ്രവാസി നട്ടെല്ല് വളച്ചപ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും മലയാളക്കരയിൽ ആത്മാഭിമാനത്തോടുകൂടെ നമ്മുടെ നട്ടെല്ലിനെ നിവർത്തിയത്. നമ്മുടെ നട്ടെല്ല് ആരുടെ മുമ്പിലും വളക്കാതെ നമുക്ക് നിവർന്നു നിൽക്കാൻ നമ്മുടെ പാവപ്പെട്ട പ്രവാസി അവന്റെ നട്ടെല്ല് ഒരു ഔപചാരികതകൾക്കും ഇടം നൽകാതെ വളക്കേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ നട്ടെല്ല് നിവർത്തിയത്. അപ്പൊ അവൻ മെഴുകുതിരിയാണ്. മെഴുകുതിരിക്ക് രണ്ട് ഉത്തരവാദിത്തം. ഒന്നാമത്തെ ഉത്തരവാദിത്തത്തെ നമ്മളൊക്കെ എല്ലാവരോടും വാചാരമായിട്ട് പങ്കുവെക്കാറുള്ളതാണ്. മെഴുകുതിരി കത്തിജ്വലിക്കുന്നു, അതുകൊണ്ട് ഇരുട്ടിൽ നിന്ന് നമുക്കത് പ്രകാശം തരുന്നു. അത് നമ്മളെല്ലാവരും പറയുന്നതാണ്. അത് തന്നെയാണ് പ്രവാസി. പക്ഷേ മെഴുകുതിരിയാകുന്ന പ്രവാസിയുടെ രണ്ടാമത്തെ ഒരു റോളുണ്ട്. അതെന്താണ്? അത് അത്രമേൽ ആരും പറയാറില്ല, പങ്കുവെക്കാറില്ല. എന്താണത്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു ജനതയെ വഴി നടത്താൻ അവൻ കത്തിജ്വലിക്കുമ്പോ ആ മെഴുകുതിരി ഉരുകി 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 ആദ്യത്തെ അവന്റെ പുഷ്ടിയുള്ള ശരീരത്തെയൊക്കെ തന്നെ ആർക്കോ വെളിച്ചം കൊടുക്കാൻ വേണ്ടി, ആരുടെയൊക്കെയോ സമൃദ്ധിക്ക് വേണ്ടി, ആരുടെയൊക്കെയോ ഐശ്വര്യത്തിന് വേണ്ടി അവനിങ്ങനെ ഉരുകി 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 ഇല്ലാതാവാണ്. അല്ലേ? 1980 കാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി കത്താൻ തുടങ്ങിയ ഒരു മെഴുകുതിരി 30-40 കൊല്ലം കഴിഞ്ഞ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗൾഫിലെ മലയാളി സമാജങ്ങളുടെ എല്ലാ യാത്രയപ്പ് പരിപാടികളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ അന്ന് പോയ ഒരു മനുഷ്യന്റെ പ്രൗഢമായ ശരീരം എവിടെ പോയി? അന്ന് സിലോണിലേക്ക് ലാഞ്ചിക്ക് പോയ ആ പ്രിയപ്പെട്ടവന്റെ ആരോഗ്യം എവിടെ പോയി? അവന്റെ സമാധാനം എവിടെ പോയി? ഇതൊക്കെ നമുക്ക് വേണ്ടി തീർന്ന ജന്മങ്ങളാണ്. അതുകൊണ്ട് ആ മെഴുകുതിരി വെട്ടത്തിന്റെ താഴെ നമ്മൾ ഇരുട്ട് കാണാതെ ജീവിക്കുമ്പോഴും നമുക്ക് വേണ്ടി ഉരുകി തീരുന്ന പ്രവാസിയെ നമ്മൾ ആലോചിക്കണം.